ഡിമെൻഷ്യ ഉള്ള ഒരാളെ പരിചരിക്കുമ്പോൾ അവരെ അത്രമേൽ സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ക്ഷമ നഷ്ടപ്പെടുന്നത്? ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. മിക്ക കെയർ ഗിവേഴ്സും ഈ ഒരു വശം ഒട്ടും പ്രതീക്ഷിക്കില്ല. ക്ഷീണം ഉണ്ടാകുന്നത് അവർക്കറിയാം, സങ്കടം വരുമെന്നും അവർക്കറിയാം. പക്ഷേ ഇത്രയും വലിയ ദേഷ്യം വരുമെന്ന് അവർ കരുതുന്നില്ല. ഒരേ ചോദ്യത്തിന് 10 വട്ടം ഉത്തരം പറയേണ്ടി വരുമ്പോൾ ഉള്ള ആ ദേഷ്യം, വെറുതെ സാധനങ്ങൾ എടുത്തു മാറ്റുന്നതും പാക്ക് ചെയ്യുന്നതും നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം, സഹായിക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ തള്ളിക്കളയുന്നത് കാണുമ്പോഴുള്ള ദേഷ്യം, ഇതിന് പിന്നാലെ വലിയൊരു ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം വരും. ഞാൻ സ്നേഹിക്കുന്ന ഒരാളോട് എനിക്ക് എങ്ങനെ ഇങ്ങനെ തോന്നാൻ കഴിയുന്നു? സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിമെൻഷ്യ എന്നത് വെറും ഒരു മറവി രോഗമല്ല. ഇത് തലച്ചോറിന്റെ ഭാഷയും ലോജിക്കും മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് തകർക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം വളരെ കെയർഫുള്ളായി ഓരോ സ്റ്റെപ്പും വിശദീകരിച്ച് കൊടുക്കുമ്പോഴും നിങ്ങളുടെ വാചകം തീരുന്നത് വരെ ആ വിവരങ്ങൾ ആ തലച്ചോറിൽ സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അത് അവരിൽ നിന്നും പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നു, വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. നമ്മൾ ജീവിതകാലം മുഴുവൻ കാര്യങ്ങൾ പരിഹരിച്ചിരുന്നത് റീസണിംഗ് അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ചാണ്. പക്ഷേ ഡിമെൻഷ്യ റീസണിങ്ങിന് വഴങ്ങില്ല. വാശി എന്ന് നമുക്ക് തോന്നുന്നത് പലപ്പോഴും അവരുടെ പേടിയാണ്, അറിവില്ലായ്മയാണ്. അവർ നിങ്ങളെ എതിർക്കുകയല്ല, മറിച്ച് അവർ കൺഫ്യൂസ്ഡ് ആണ്. അതിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണെന്നോ? നിങ്ങളുടെ വാക്കുകൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ടോണും ബോഡി ലാംഗ്വേജും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ എത്രത്തോളം നിർബന്ധിക്കുന്നുവോ അത്രത്തോളം അവർക്ക് അൺസേഫ് ആയി തോന്നും. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. സ്നേഹമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്ഷമ നശിക്കുന്നത്? കാരണം നിങ്ങൾ തെറ്റായൊരു പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അവരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്നത് ഇനി അവർക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങളുടെ ജോലി കാര്യങ്ങളെ വിശദീകരിക്കുക എന്നല്ല, പകരം അവർക്ക് ആശ്വാസം നൽകുക എന്നാണ്. കംഫർട്ട്, സേഫ്റ്റി ആൻഡ് കാം. ഞാൻ ഇത് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഞാൻ എന്താണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ മാറും. നിങ്ങൾ തർക്കിക്കുന്നത് നിർത്തും. അവരെ തിരുത്താൻ പോകില്ല. നിങ്ങളുടെ ലോകത്തേക്ക് അവരെ വലിച്ചിഴക്കുന്നതിന് പകരം അവരുടെ ലോകത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലും. ഇത് ഡിമെൻഷ്യ സുഖപ്പെടുത്തില്ല, പക്ഷേ ബന്ധത്തെ സംരക്ഷിക്കും. ഡിമെൻഷ്യ കെയറിൽ ആ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.